കുഞ്ഞുമക്കളെ, നമ്മളെ വീഡിയോയുടെ ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു ഫിനു മമ്മൂസ്. ഒന്നുമില്ല, രാവിലെ തന്നെ കെട്ടിയിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഫസ്റ്റ് പ്രൊഫഷണൽ കൊറിയറിൽ പോയി നമ്മൾ അജ്രക്കിൻ്റെ ടോപ്പുകൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് അയച്ചതെന്ന്. അതൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാ ഇവിടെ പാർക്കിലേക്കാണ്. എന്തെന്ന് വെച്ചാൽ ടുട്ടുമോളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണെന്ന് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തല്ല, ടൗണിൽ, ഞങ്ങൾ ടൗണിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പം അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുട്ടും ഫ്രണ്ടും കൂടെ കൂടിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റത്തെ കാഴ്ച, അത് തന്നെയാണ്. അപ്പം നമുക്കത് തുടങ്ങിയാലോ? നടക്കണം. ആദ്യം നമുക്ക് ആ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കൽപ്പറ്റ ബൈപ്പാസ് പാർക്ക്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു. ടിക്കറ്റ് ഇതാ, അവർ മൂന്നാളും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ അടിച്ച് പിരിഞ്ഞല്ലോ കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മൂന്നാൾക്ക് 3 കോളേജാണ് കിട്ടിയത്. പിന്നെ അവർക്കതിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടുട്ടുമോൾ അങ്ങോട്ടേക്ക് വന്നില്ലേ, 4 മാസം എൻ്റെ അടുത്ത്. അപ്പോൾ അവരിങ്ങനെ കാണണം എന്നിട്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ, അത് ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇവിടേക്ക് മീറ്റ് ചെയ്യാറപ്പോൾ ഞങ്ങളുണ്ട് മമ്മനെയാണ്. പിന്നെ ചെറിയൊരു സർപ്രൈസ് ആക്കി ഞാൻ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി. ഒരു 3 നാൾ ഒരുമിച്ച് കാണുന്നല്ലേ. നമുക്ക് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം അവിടെയൊക്കെ. ഉമ്മച്ചേൻ്റെ വേഗം ഇത് നാജിയ, അല്ല സോറി, ഇത് നാജിയ. അപ്പം നാജി, ഇത് മുഫി, ഇത് മുന. ഇത് മമ്മു, ഇതെന്തത്? അപ്പോൾ അബി ഇവർ പിന്നെ എപ്പോഴും കാണുന്നവളായതുകൊണ്ട് പിന്നെ സ്പെഷ്യാലിറ്റി ഇല്ല. സ്പെഷ്യൽ കാണുന്നുണ്ട്, ഇതേപോലെ കുറേ മാസങ്ങൾക്ക് ശേഷമൊക്കെ കാണണം. എന്തൊക്കെയാ ചെയ്യുന്നത് ഇവള്? മമ്മു അപ്പത്തേക്ക് കയറി വരുന്നിടത്ത് ടോയ്സിൻ്റെ ഷോപ്പ്, അത് ഭയങ്കര അടിയാട്ടോ. കയറി വരുന്നിടത്തിന് കുട്ടികളുടെ ടോയ്സിൻ്റെ ഷോപ്പ്. അതൊരു വെറൈറ്റി നമ്മളെ അത് ഇതുവരെ കാണാത്താണല്ലോ. കളിക്കാതെ വരെ കിട്ടിയിട്ടില്ല. തിരിച്ചു വെച്ചോ, അങ്ങോട്ടേക്ക് വെക്ക്. ഒരു ചീസാക്ക്. നിങ്ങളെന്താണ്, നിങ്ങൾ 3 മുറിക്ക് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതല്ലേ മമ്മ? അതൊക്കെ നോക്ക്, ഓൻ കണ്ടിട്ടില്ല മമ്മ. അത് നോക്ക്, പോടി. എല്ലാരും തെറ്റിദ്ധരിക്കട്ടോ പൊട്ടത്തി. ഇതാ അവര്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തോളി. ഓ അതന്നെ. എന്താ വാരാൻ പോവാത്തത്? ചെല് കട്ട് ചെയ്ത ചെല് അബി. അവര് എന്താ പറയാ, ത്രിമൂർത്തികളായിരുന്നു. കട്ടകളെ പരീക്ഷ പിരിച്ചു പറയുമ്പോൾ ഒരേ മാർക്കൊക്കെ തന്നെ കിട്ടിയ, പക്ഷെ കോളേജ് ഡിഫറെന്റ് അല്ലേ. 3 ആൾക്ക് മാർക്കൊക്കെ ഏകദേശം സെയിം തന്നെ. ഒരു ഗ്രേഡ് ഒരാൾക്ക് എന്തോ കൂടുതൽ, ഒരു ഗ്രേഡ് ഒരാൾക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് പിന്നെ കുട്ടുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. യോ അതെ, നല്ല കേക്കാണ്. ഇതെന്താ ഇവിടെ ഇവൻ മാത്രം, ഇവന് സാധാരണ കേക്ക് കണ്ടു കഴിഞ്ഞാല് എന്നാ അപ്പിറ്റയോ. ഇന്നിപ്പോ എന്താ ഒരു മൂടിലാക്കുന്നേ? എന്നാ മമ്മ അപ്പിറ്റയോ, എന്നാ പൊന്തിന്ന് അപ്പിറ്റയോ. ആദ്യമായിട്ടാണ് കേക്ക് കണ്ടിട്ട് നിങ്ങൾ തിന്നറിയുന്നേ. നല്ല കൊയ്റ്റം കാമായിട്ടുള്ളൊരു പാർക്കാണ് ഇവിടുത്തെ. ഒരുപാട് വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ നല്ലൊരു ഉള്ളതൊക്കെ നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ടാക്കിയൊരു പാർക്ക് അവിടുത്തെ. ഞങ്ങളെ കൽപ്പറ്റക്കാരുടെ ഒരു സിമ്പിൾ പാർക്ക്, പക്ഷെ നല്ല ഭംഗി. ആദ്യം ഇത് ചാരിറ്റി ആയിരുന്നു, ഇപ്പോൾ ഒരാൾക്ക് 50 രൂപ. ഫോട്ടോ എടുക്കാൻ പറ്റുക അല്ലായിരിക്കും എനിക്ക് തോന്നുന്നു. പാർക്കിനേക്കാളും നല്ല ഫോട്ടോ എടുക്കാൻ. കുട്ടിയോ അമ്മൻ്റെ ബേക്കിലൊന്ന് നടക്കണം കേട്ടോ. ആ വെള്ളത്തിലൊക്കെ പോയി ഇറങ്ങും. കഴിച്ചോളി, വയറ് നിറയെ കഴിച്ചോളി.
അല്ല വീഡിയോ ആണോ? എന്താ ചെയ്യുന്നേ? ഞാൻ വീഡിയോ എടുക്കുന്നപ്പോഴോ നിങ്ങൾക്ക് പണി കിട്ടിയില്ലേ? ഹലോ, ഇവരെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവരെ മമ്മൂനെ ഏൽപ്പിക്കാം. ഫോട്ടോ എടുക്കൽ നല്ല ഫോട്ടോഗ്രാഫറാണ്. ബോയ്സിന് ഇങ്ങനത്തെ സ്ഥലം ഇഷ്ടമല്ലേ? ഗേൾസ് ഫുൾ പൂവിൻ്റെ ചെടീൻ്റെ ബേക്ക് പോവുക. നിങ്ങൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇതാ പോന്നു നടക്ക്. മമ്മൂനെ മാനേജ് ചെയ്യണ കുറച്ച് പണിയാണ്. ഇവരെ ഫോട്ടോ എടുക്കുമ്പോൾ അവരെ ഏൽപ്പിക്കും, അവരെ ഫോട്ടോ എടുക്കുമ്പോൾ ഇവരെ ഏൽപ്പിക്കും. ഫോട്ടോഗ്രാഫർ ഞാനും. പാവം ഉമ്മച്ചി കേക്ക് വാങ്ങിയ കവറും പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ പിടിച്ചിട്ടൊരു ഭാഗത്ത് ഇരുത്തിയേക്കുന്നു. കുറച്ചൊക്കെ ഉമ്മച്ചിനെ ഫ്രീ ആക്കാം. അപ്പം ഞങ്ങളത് പിടിച്ചിരിക്കുക. എല്ലാവരും അതിൽ കയറിക്കണം. മമ്മൂനെ പിടിച്ചിട്ടതാ എൻജിൻ വണ്ടിയിൽ ഇരുത്തിക്കുന്നു. ഉമ്മ അവിടെ പോയി. ഉമ്മാനെ ഇരുത്തിയെടുത്ത് ഉമ്മാനെ കാണുന്നില്ലല്ലോ. ഉമ്മയുടെ ഉമ്മ മമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? പോലീസുകാരാവാൻ നിന്ന ആൾക്കാരാ 3 എണ്ണം. ഞാനേ ഉമ്മാനെ കൂട്ടിയിട്ട് വരട്ടെ. പാവോ അതിനവിടെ ഇരുത്തിയിട്ടേ എന്തോ പോലെ കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്കും കളിക്കാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ നല്ലൊരു അതിനുള്ളൊക്കെ ഇവിടെ ഒരു ഉമ്മാനെ കൂട്ടിയിട്ട് വരട്ടെ. ഉമ്മ നിങ്ങൾ പോരി. അതിനവിടെ ഇരുത്തിയിട്ട് ബാഗും കാര്യങ്ങളും കൊടുത്തിട്ട് താഴെ പോയിരിക്കുക. എല്ലാവരും അവിടെ കളിക്കുന്നു. ഞാൻ പിടിക്കാം. ഊഞ്ഞാല. ഇത് രുദ്രാക്ഷ മരം അല്ലേ? കുറേ മരങ്ങളുണ്ട് ഇവിടെ താഴേക്ക്. കാണിച്ചു തരാം. ഒക്കെ എത്ര വലുതായില്ലേ? എപ്പം നട്ടതാലേ? മാലല്ലേ? മരം തന്നെ പറഞ്ഞേ. അതാ എടാ, അതിന് പേടിയില്ല. അതിന് അതൊരു പേടിയുമില്ല. മമ്മൂച്ചേ തല ഇതാവൂടാ. വേണ്ട അങ്ങോട്ട് കേട്ടോ. വാങ്ങിക്കാം. അയ്യോ എല്ലാവർക്കും പ്രായഭേദമന്യേ ഏതായാലും ഇവിടെ എൻജോയ് ചെയ്യാനുള്ളൊരു ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊന്നുമില്ല, ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, കുഞ്ഞു മോന് എൻജോയ് ചെയ്യുന്നത്, കുറച്ച് ഏജുള്ള ഫ്രണ്ട്സുകൾ വന്നിട്ട് ഒരു എൻജോയ്മെൻറ്റ്. ഇവിടെ കുട്ടും ടുട്ടും അല്ലാഹു അക്ബർ അതൊക്കെ
ഇല്ലടാ, അത് ഫസ്റ്റ് ടൈം ആയിട്ടാ. ആ യെസ്. ഇവിടെ ഒരാള് വണ്ടി ഓടിക്കുന്നു. ഇതുണ്ടോ? ഓടിച്ച വണ്ടി ഓടിച്ച ഓടിക്ക. എങ്ങനെ വണ്ടി ഓടിക്ക? ഓടിച്ച എല്ലാ ഏജും ഈ ഒരു കോമ്പൗണ്ടിലുണ്ട്. അതാ പറയണത്. അതാ. ആ ടാറ്റാ പിപ്പി പിപ്പി ടാറ്റാ. ആ ആ ആ ഓടിച്ചട്ടാ. അല്ല അവനെ എടുത്തോ, അവനെ അവിടെ നിർത്തോ. മമ്മ ഇറക്കി കൊടുക്ക, മമ്മ ഇറക്കി കൊടുക്ക. അവര് വണ്ടി ഓടിക്കട്ടെ. ഇല്ലല്ല, അവൻ ഓടിച്ചോട്ടെ. അയ്യോ, എന്താ വണ്ടി ഓടിക്കുന്നത്? ഇത് വല്ലാത്ത ഓടിക്കലായി പോയല്ലോ. ഓ ബേക്കിൽ വരുന്നേ. ആ ആ ഇനി അതന്നെ പാട്ട. ആ ഇങ്ങനെ ഓടിക്കുന്നത് വണ്ടി. അതൊക്കെ വെള്ളാട്ടിയതിട്ടോ. എന്തത്? ഇതൊന്നും എടുത്തെടുക്കോ? ഇത് ബേക്ക് സ്ഥലമുണ്ട്. മതി 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 മതി. ഈ സ്പീഡ് മതി. ഇത് കുറേ വേണ്ട. എല്ലാവർക്കും നമസ്കാരം. അർജന്റ് ഒരു കുറവുണ്ട്. മെല്ലാക്കിയത് മെല്ലെ. ബേക്ക് നാട്ടിക്ക മോളെ. അയ്യും പറക്കൂ. അതന്നെ കൈ കൊടുക്കും മോളെ. ഒരു ഹാപ്പി. തിങ്കളാഴ്ച പോവും. ഇന്ന് ശനിയാഴ്ച ദിവസം. അപ്പൊ ഏതായാലും മോളെ ഫ്രണ്ട്സിനെ കാണണം പറഞ്ഞു. അപ്പൊ മോന്റെ ഒരു ഫ്രണ്ട് കൂടി കട്ട ഫ്രണ്ട് ഉണ്ട്. പക്ഷെ അവരെപ്പോഴും കാണുന്ന കേട്ടോ. മോളാണല്ലോ ഇപ്പൊ എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇവരാണെങ്കിൽ കോളേജ് വേറെ ആയിപ്പോയി. പിന്നെ ബോയ്സ് പിന്നെ എപ്പോഴും നോക്കിയാൽ കട്ട് ചാടിയിട്ട് എടുക്കാനൊക്കെ പോകുമല്ലോ. ഇവർക്ക് അങ്ങനെയൊന്നും അവസരം കിട്ടില്ല. അപ്പോൾ അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നാൽ അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് സന്തോഷിക്കുകയാണ്. ഞാനും പോവല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് വരേണ്ടി വരും. ഞാൻ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒപ്പിടാൻ വേണ്ടി വരേണ്ടി വരും. പേപ്പർ റെഡി ആയിട്ടേ ഉള്ളൂ. എന്നാലും അത്രയും ദൂരത്തേക്ക് പോകാനും ഒരു വിഷമമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകാനും ഒരു വിഷമമാണ്. പക്ഷെ നമ്മൾ ജോലി സംബന്ധമായിട്ടും പിന്നെ നമ്മളെ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയല്ലേ നടക്കുന്നത്. മൊഞ്ചുണ്ടോ? നമ്മളെ കോഡ് സെറ്റാണിത്. ഓർമ്മ ഉണ്ടോ? ഞാൻ അന്ന് ഇതിട്ടിട്ടാ. അപ്പോൾ വരുമ്പോൾ തന്നെ എടുത്തിട്ടു. മോളും കോഡ് സെറ്റ് തന്നെ എടുത്തിട്ടത്. നല്ല സുഖമുണ്ട് ഇതിട്ട് നടക്കാൻ അല്ലേ. നല്ലൊരു ഫ്രീ ആയിട്ടുണ്ട്. ഈ ഒരു വിലക്ക്
500 രൂപക്കൊക്കെ എന്താ പറയുക നല്ല അടിപൊളി ഡ്രസ്സായിട്ട് എനിക്ക് തോന്നുന്നത്. കയറി വരുന്നിടത്ത് തന്നെ മമ്മൂന് ആ തൊപ്പിയൊന്ന് വാങ്ങിക്കൊടുക്കണം. മുഖംമൂടി ആ താഴെ എല്ലാവരും ഫോട്ടോ സീനറി അല്ലേ അവിടെ. ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലം അറിയാം. അതിന് ഉമ്മക്ക് പാവം വെള്ളം കുടിക്കാ തിന്നാ. പാവം വെള്ളം കുടിച്ചില്ല തിന്നില്ല തന്നെ അമ്മ വയ്ക്കുന്നത്. മീൻ അതിലിറങ്ങരുതിട്ടാ. മമ്മത് കാണിച്ചു തരാം. മീമൊന്നുമില്ല. ആ മീമി ഉണ്ടോ? ഓ കല്ല് വേണ്ട, നമുക്ക് ഇതിനെ കാണിച്ചു തരാം. എന്ത് ലോലോലേ? എന്താണ് ഈ ലോലോല? ഏലയല്ലേ ലൂലൂല്? മീൻ ഏല. നമുക്ക് താഴെ പോയിട്ട് വേറെ കാണിച്ചു തരാം. താഴെ ഊഞ്ഞാലുണ്ട്. പോവുക. ഇടയ്ക്ക് ഉമ്മാനത്തെ ഒരു കവർ വാങ്ങാരൊക്കെ ഒരാള്. ഉമ്മാനും കൊണ്ടിട്ടാ. മോളെ 60 റുപ്യേ? അല്ലാ. എന്നാ താഴെക്കിടക്ക് താഴെ പോയിട്ട് കളിക്കാം. ഓനൊന്ന് കൊണ്ടുവയ്ക്കാം. അവർക്ക് ആർമാദിക്കാൻ കിട്ടിയൊരു ദിവസമാണ്. അവരെ ആർമാദിച്ചോട്ടെ. അവരൊന്നിനും വിളിക്കുന്നില്ല. മമ്മൂനെ നോക്കുന്നൊന്നും പറഞ്ഞിട്ട് ഒട്ടുമോളെ വിളിക്കുന്നില്ല. വാ താഴെ പോവാ. അതാ കോഴി. മമ്മ കോഴി. അതന്നെ വേണ്ട, കാണിക്കണ്ട. കാണിച്ചാ പിന്നെ എവും വിടൂലടാ. ഇല്ല വേണ്ട, ഒന്ന് തലർന്നു. ഇതാ കോഴി കാണി. പ്രാവ് അതിന് പിടിച്ചാപ്പി. ഇതാ ഇവിടത്തെ കോഴി. ആ ആ ഇതൊക്കെ ഇതെന്താ അതിൻ്റെ ഉള്ളില്? ഒരു സുന്ദരി കുട്ടി ഉണ്ടല്ലോ ഇപ്പൊ ഇതിൻ്റെ ഉള്ളില്. ഇതാ ഇപ്പൊ കയറി. നല്ല രസമുണ്ട് ഇതിനെ കാണാനിട്ടാ. ആ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ സാധനം. മയിലിനെ പോലൊരു കോഴി. അതല്ലമ്മ, ഇതാ ഇതിൻ്റെ ഉള്ളിൽ വേറെ മുതൽ കിടക്കുന്നത്. അല്ല പൊന്നാരമ്മ, നോക്കി നിങ്ങളാദ്യോ. ആ അതന്നെ പറഞ്ഞത്. കോഴി തന്നെയാണിത്. എന്ത് മയിലിനെ പോലുള്ള കോഴി. എന്നോട് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പോകുമ്പോൾ എന്താ സാധനം? അതൊരു വിമാനം. പോട്ടെ, ഞങ്ങളവിടെ കിട്ടുമ്പോ ഓരോ ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ആ അതെന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല. എഡിറ്റുകളൊക്കെ പിന്നെ കാണലുണ്ട്. ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഇതൊക്കെടാ കണ്ട ഇവിടെ ഒരു സാധനം. ഇത് അതിന് പുള്ളി അങ്ങോട്ട് ഫോട്ടോയിൽ കിട്ടുന്നില്ല. അതെ വരെ നിക്ക്. ഞാൻ ഇതിന്റെ ഒരു ഭംഗി എടുക്കട്ടാ. ഇപ്പൊ രസായി. വാ ഓരോ ഫോട്ടോ. എന്നാലും നിങ്ങൾ വിമാനത്തിൽ കയറിക്കുന്ന വീഡിയോ എനിക്ക് വ്ളോഗിലിടണം. ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റോറി ഇടാനും വീഡിയോ എനിക്ക് വ്ളോഗിലിടാനും. കേറി മിസ് യു. അതാ വരുന്നേ. ഒരു ദുബായ് പോവാണല്ലോ. ദുബായ് ചാറ്റാട്ടെ കൊക്കുരോന്ന്. ചുളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഓ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പൊ ടൂർ പോയപ്പോ അതാണ്. ഓ ബൈ. ആ വണ്ടി ഓട്ടിക്കണേ. ഞാനാട്ട് വണ്ടി ഓട്ടിക്കണേ. ആ മമ്മോട്ട് ഓട്ടിക്കണേ. മമ്മൂന് കോഴി. അല്ലോ ആര് ഹായ് ബൈ. ആ മമ്മ ബൈ. ഐ ലവ് യു. ഈ പോണില്ലേ? എന്താ നാളെ പോയി. കുഞ്ഞിക്കോയി നീ താഴെയുണ്ട് കുറെ കാണാനൊക്കെ. ഇത് ഭംഗിയല്ലേ കാണാന്.
സംഭവം ഇവിടെ എനിക്ക് പാർക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടേ ഫോട്ടോ അല്ലേ? ഞണ്ടൊക്കെ നല്ല മടിയാ. ഇതിന് സാധനം ഇല്ല. എന്തിനാ പഠിക്കണേ? എടാ സീനറി കാണിച്ചു തരാം. അല്ലോ ഞാനിപ്പോൾ വീണീനും കഴിച്ചു. എൻ്റെ നാട്ടിലെ പാർക്കാണ്. ഉണ്ടേ ഇതൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പോൾ ചെയ്യുന്നില്ല, വലിയ പൈസയൊക്കെ കൊടുത്ത് ഓരോ സ്ഥലത്ത് പോയിട്ട്. പക്ഷെ അതിനേക്കാൾ പൊളിക്കും ഇവിടെ വന്ന കേട്ടോ. എൻ്റെ നിങ്ങൾ ഇതൊരു ബെഞ്ചാണ്, അതിൻ്റെ ബാക്കിൽ ട്രീ. വൈബ് തന്നെ പറയേണ്ടി വരും, അത്രയും നല്ല ഭംഗിയുണ്ട്. നല്ല വെള്ളം കേട്ടോ അത്. ആരോ ഒരാൾ അലക്കുന്നുണ്ടല്ലോ അവിടെ, ഇവിടുത്തെ ജീവനക്കാരെങ്കിലും ആയിരിക്കാം. പിന്നെ വന്നിട്ട് കണ്ടോ ഇവിടെ സ്റ്റേജ് ഉണ്ടാക്കും പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ നാശമായതാണ്, ഐസ്ക്രീം ആയിരുന്നു. ശരിയാ, ഇത് ആ ഒരു കപ്പിലുണ്ടായിരുന്നു, നാശമായതാ. കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട് അപ്പം നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചത്. ഇതെൻ്റെ ഫോണ്. അപ്പോൾ നമുക്ക് ഇനി അവർ ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ, എന്നെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഓരോ കിട്ടും. ഇന്ന ഫോട്ടോ എടുക്കാൻ ഓരോ കിട്ടുന്നില്ല. ഓരോ ഫോട്ടോ എടുത്ത് ഇന്നൊരു ഫോട്ടോ എടുത്ത് തരാ. ഇതേ ഞങ്ങളെ നാട്ടിൽ തന്നെ കേട്ടോ. നാട്ടിൽ പറഞ്ഞാൽ എന്താ പറയുക, 30 രൂപ ഓട്ടോറിക്ഷ പൈസയും കൊടുത്ത് വന്നിട്ട്. കൽപ്പറ്റ ടൗണിൽ തന്നെ എൻ്റെ വീട്. കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. ഈ ബൈപ്പാസിൽ എന്ന് പറയും, അവിടെയാണ് ഈ പാർക്ക്. ചെറിയൊരു ചങ്ങാടം കെട്ടിയിട്ട് ഒരെയുള്ള സംഭവമൊക്കെ ഉണ്ട്. ഞാൻ ഈ ക്യാമറ നോക്കിയപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൽ വീഴും. ഹായ് ഒരു ടുട്ടുമോൾ പറയും വീഡിയോ എടുത്താൽ മതി, സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന്. ഇതൊന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കാം, ഞാൻ തന്നെ ഒരു പോസ്റ്റ് ചെയ്യട്ടെ. എന്നെയും മൂപ്പരാളെ ഒരുമിച്ച് കിട്ടുന്നില്ല. ഒരാൾ അവിടെ ചാർലി ചാപ്പിനെ അവിടെ ഇരിക്കേണ്ട, മൂപ്പരാളടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ പറയുമ്പോൾ കപ്പിൾ വീഡിയോ അതുപോലെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ. നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി. ആഹാ, ഞാൻ മമ്മ് കയറിയമാർക്ക് ഇതിലെ ചാടി കയറാൻ വെച്ചിട്ട് വന്നാ. നമ്മളൊക്കെ വയസ്സത്തി ആയില്ലേ. അതാ ഒരാൾ ഇരിക്കുന്നുണ്ടോ അവിടെ, മീൻ പിടിക്കാൻ ഇരിക്കുന്നു. ചങ്ങാടമാണ്. ഇതിൽ കയറിയ ഈ കയറും പിടിച്ചിട്ട് ഇങ്ങനെ പോവാം. ഇത് കയറി കയറും പിടിച്ച് അങ്ങനെ പോവാം. അതാ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഉമ്മച്ചിനെ ആ കൂടാരത്തിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അള്ളാൻ്റെ മമ്മൂൻ്റെ കോഴി 60 ഉറുപ്പ്യ കോഴിക്കായത് കണ്ടോ കിടക്കുന്നത് നോക്കിയാ. 60 ഉറുപ്പ്യ കോഴിക്ക്. ഈ മക്കൾക്ക് ഇപ്പം ഇന്നത്തെ മക്കൾക്ക് പൈസേൻ്റെ വില ഒന്നും അറിയൂല. അതിന് ചാടിപ്പോവാൻ വഴിയുണ്ടോ, കഴിയൂല. ഏതായാലും ഇതിനെ പിടിച്ച് ബാഗിലിടട്ടെ. ഉള്ളൊരു കൈത്തോടാണ്. അവിടെ നോക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഒരു മുതലച്ചാരൊക്കെ വെച്ച് നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ നല്ലൊരു മൊഞ്ച്. ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുത്താലോ, സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നെ വീഡിയോ കാണുമ്പോൾ ഒരു ഗുമ്മില്ല. എൻ്റെ താത്ത ഇന്നലെ പറഞ്ഞാൽ എന്നെ വീഡിയോ കാണുമ്പോൾ കളവികളമായിരിക്കുന്നുണ്ട്. അതായത് ഇതിന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. പോസ്റ്റ് എങ്ങനെയുണ്ട് ഗൈസ്? പക്ഷെ ബേക്കിലൊന്നും കാണുന്നില്ല. ആ മുതലച്ചാര കാണും ചേച്ചി, ഓനെയും കാണുന്നില്ല. രണ്ടാളും ഒരുപോലെ ഉണ്ടോ? ഉണ്ടാ എന്നാലും വേണ്ടിയില്ല, കിടക്കട്ടെ ഒരു സെൽഫി. പക്ഷേ വയറിൽ യന്ത്രത്തിനേക്കാൾ സ്പീഡായി പോയി. അല്ല, എന്റെ മോനോടെ പോയി. മമ്മ ഇപ്പുറത്ത് കൂടെ അതിലല്ല കയറി, ഇല്ല കയറി സ്റ്റെപ്പ് കൂടെ. അല്ലടാ, അയാൾ വരുന്നുണ്ട്. എടാ അതിലല്ലടാ. ആ കയറിക്കോ. ഈ പാർക്ക് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു ഈ ഒരു തവളേൻ്റെ സംഭവം. ഇതും പിന്നെ ഇതും തുടങ്ങിയപ്പോൾ ഉള്ളതാട്ടോ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായുള്ളൂ. ഇങ്ങനെ തവള പാർക്ക് നിന്നിട്ട് കുട്ടികളെല്ലാവരും പറയാം.
മമ്മൂന്റെ ചെരുപ്പോ വിളിക്കുന്നത് അതിലതിലെ ഇതൊക്കെ കുട്ടൊക്കെ മമ്മു കുട്ടൊക്കെ കുട്ടു മമ്മൂസ് അവരപ്പം കൂടി പൊന്തിച്ചിട്ടും ആട്ടിയിട്ടും ഇതെന്താ സാധനം അതുമെന്നറിയാം മുള്ളും വെച്ചിട്ട് അതന്നെ എന്താ ഉണ്ടാക്കാൻ വെച്ചേക്കാറല്ലേ ഫുള്ളായിട്ട് ഉണ്ടാവില്ലല്ലേ ഓ ഓ ഓ ഓ ഉമ്മതാ അവിടെ ഇരിക്കുന്നു മഹായിന്ന് പെൺകുളന്തകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ല മോനെ ഭയങ്കര ധൈര്യപ്പത്തെ പെൺകുട്ടി, പക്ഷെ ഒരു ഐഡിയ ഇല്ല മാത്രം. ആ ഇതാണ് ബൈപ്പാസ് റോഡ്, മേലെ കൂടെ പോണത്. എടാ മുമ്പ് പിടിച്ച് പോടേ, എടി മുമ്പ് പിടിച്ച് പോ, മുമ്പിലേക്ക് ഇങ്ങനെ വലിക്കതേ. എവിടെ യോ ഇനി അതൊരു പേടിയുമില്ല. ഇരുന്ന് ഉമ്മച്ചി എണീച്ച് ഇവരിതിൽ കയറിയപ്പം, കാരണം മമ്മൂസിന് അതിൽ കയറ്റിയിരിക്കുന്നല്ലോ, അതിന് സമാധാനം ഉണ്ടാവില്ല. ഇനി ഇന്നത്തെ ദിവസം മക്കളെ കൂടെ, മക്കളെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഇന്നത്തെ ദിവസം ഇവരെ കൂടെ അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തു. എന്നും തിരക്കായ പറ്റുമോ, എനിക്കിഷ്ടം പോലെ കോള് എന്താ ഇരിക്കുന്ന ഒരാൾ അങ്ങനെയല്ലേ ഇരിക്കുന്നത്. കൈ നോടിക്കണല്ലേ, കയ്യിൽ ഫോണാ, അപ്പോൾ 2 കൈ വേണ്ടേ, അപ്പോൾ സ്റ്റാൻഡില്ല. ഇതൊക്കെയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ഇതും ഈ കൂണ് ഇതൊന്നും ഉണ്ടായില്ല. ഈ ചങ്ങാടം പോയി കുറച്ചു കാലമായിട്ട് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ പിന്നെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഒരു, പിന്നെ അവിടെ സ്നാക്സ് ആക്കിയിട്ടുണ്ട്. ഒന്ന് മമ്മൂസിന് നോക്കണേ നിങ്ങള്. ഓക്കെ എടുക്കട്ടെ, റെഡിയാണോ? റെഡിയാണല്ലോ. പൂമ്പറ്റ പൂമ്പറ്റ ഇവിടെ ഇരിക്കുമ്പോ ഇതിന്റെ മമ്മന് കുപ്പായൊക്കെ ഒന്ന് മാറ്റി. എടാ മമ്മന് കുപ്പായം മാറ്റിയത് ഇങ്ങോട്ട് തരി. അതാ കയ്യും പിടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാലോ അല്ല അതിലല്ല, ഇതിലിപ്പോ പിന്നെ എന്നാ കുപ്പായം മാറ്റിയ പിന്നെ മമ്മ പിടിക്കുന്നാലേ കണ്ടോ. ആ നല്ല വഴി. കഴിഞ്ഞ അർമാദനം ഇല്ല. ഫുഡ് കഴിക്കാനവിടെ കുട്ടി
ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാർക്കിൽ നിന്നിറങ്ങി 2 മണിയായി. മമ്മൂസിന് ഇറങ്ങി നിർത്തുന്ന ഐസ്ക്രീം വേണം. കൈ പിടിക്കണ്ട, റോഡ് സൈഡിലൂടെയുള്ള വരവാണ്. അവർ ചിരിക്കുക ജെച്ചിബിയിലേ തന്നെ ഇരിക്കലേ പാവളാ. ഈ പെൺകുട്ടികൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടിയാലേ എവിടെ ഒരു ഓരെടുക്കാൻ വേണ്ടി സൂം ചെയ്തപ്പോൾ ഒരു കാക്കട വരുന്നേ. ഓരെ കാണുന്നില്ല, ഓരോടെ പോയപ്പോ നോക്കട ഓരെടുക്കാൻ വേണ്ടി സൂം ചെയ്താൽ അപ്പൊ ഒരു കാക്ക വരുന്നേ. ഹലോ എൻ്റെ മമ്മ ഒന്നൊന്നൊരു കോമഡിയാ. ഓ തന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇത് 1980 കണ്ടോ അബു സലീമിൻ്റെ ഒരു കടയാണ്. അതല്ലമ്മ, ഇതാണ് ഞാൻ പറയുന്നത്. അവിടെ അതിന് മുമ്പ് കയറി അവിടെ നല്ല സദ്യയൊക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടികൾക്ക് യോയോ മതിയെന്ന്. അപ്പോൾ പിന്നെതാ ഞങ്ങൾ റിലേറ്റീവിൻ്റെ തന്നെയാണ്, എന്നാലും വണ്ടിയിലൊക്കെ കയറാം. കുഴപ്പമില്ല, അങ്ങനെ ഇതാവുന്നില്ല. എല്ലാവരും കൂടി അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വരും ഞങ്ങൾ. കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, എന്നാണ്ടാവുമല്ലോ വിളിച്ചോന്ന് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ നാട്ടിലൊരു ഹോട്ടൽ. ഈയല്ലേ നിങ്ങൾക്ക് ഞാൻ ബിരിയാണിയാ, ഉമ്മ സാദാ ചോറാ. ഓനൊന്നും വേണ്ട, എന്നാ ഭയങ്കര ഇതായിപ്പോയി. എന്ത് പറ്റി? മമ്മൂര് പേറ്റടേ ആ മീൽസ്. ഉമ്മക്ക് സാദാ ചോറും മീൻകറി. ഉമ്മാൻ്റെ സ്പെഷ്യല്. ഉമ്മാക്ക് ബിരിയാണി വേണ്ട, മന്തിയും വേണ്ട. ഇവൻ്റെ സ്പെഷ്യല് ഇവൻ എന്തോ സംഭവത്തിലത്രേ, കണ്ടില്ല എൻ്റെ കോലം. ഇവൻ പിന്നെ ഭയങ്കര ഡയറ്റിലും എന്തൊക്കെയോ സംഭവം അത്രേ, കണ്ടില്ലേ സൗന്ദര്യത്തിൻ്റെ നിറകുടമായിട്ട്. ഞങ്ങൾക്ക് പിന്നെ അൽഫാം മന്തി മതിയായിരുന്നു. ഇവിടെ മൊത്തം അൽഫാം മന്തി. നാജി മമ്മൂനെന്താണ്? മമ്മൂന് പപ്പടം കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. അടിപൊളി ഫുഡാണ് കേട്ടോ. ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല. മസാല നല്ല കുഴപ്പമില്ല, നല്ല അടിപൊളി. മന്തി ഉണ്ട്. ചില മന്തിക്കട കയറി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടൂല. ബിരിയാണി കടയും മന്തിക്കട കയറിയ മീൽസ് കിട്ടൂല. ഇവിടെ കണ്ട പ്രത്യേകത എനിക്കറിയാം സത്യമായിട്ടോ. എനിക്ക് ബിരിയാണി മതി, ഇവർക്ക് മന്തി മതി. മന്തിൻ്റെ കട കയറിയ ചിലപ്പോൾ ബിരിയാണി ഉണ്ടാവില്ല. ഉമ്മച്ചിക്ക് വെറുംചോറും കിട്ടി, ബിരിയാണിയും കിട്ടി, മന്തിയും കിട്ടി. വയനാട് എൻ്റെ നാട്ടിലെ കൽപ്പറ്റ ബൈപ്പാസിൽ അല്ലേ? ബൈപ്പാസ് തന്നെ അല്ലത്, ബൈപ്പാസ് റോട്ടിൽ തന്നെ. ഞാനത് സ്റ്റാൻഡാക്കി നമ്മളിവിടെ പറഞ്ഞിട്ട് ബൈപ്പാസ്. ഞാൻ കുപ്പിയുമ്പോൾ ഫോണൊക്കെ ചാരി വെച്ചിട്ടേ വീഡിയോ എടുക്കാൻ കുട്ടു പോയിട്ട് കുപ്പിയിൽ വെള്ളം എടുക്കും. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കബാബ് ഷേക്കോ എല്ലാം ഉണ്ട് കേട്ടോ. ഷേക്ക് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്, ചോറുണ്ട്. കുഴപ്പമില്ലാത്ത ഫുഡാണ്. കുഴപ്പമില്ല, നല്ല തന്നെ. ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല, ചോറും കുഴപ്പമില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പാർക്കിൽ പോയി അവിടെ കുറച്ച് നടന്നു, 5 മിനിറ്റ് മുന്നോട്ടെങ്കിലും. ബദരീങ്ങളെ തണ്ടർ ഷേക്ക്. ഞാൻ വീഡിയോ കിടക്കുമ്പോഴത്തേക്കും നമസ്കാരം പറയും. പക്ഷെ അത് കുടിച്ചിട്ടില്ലാതെ കുഴപ്പം. ഒരു പഴയ കുടിച്ചിട്ടാണെങ്കിൽ കുഴപ്പം. മമ്മൂനെ പിച്ചെടുത്തിട്ട്
ഒന്നില്ല. ഏതാ നല്ല സൗകര്യം, വണ്ടി നിർത്തിടാനും ബാത്റൂം സൗകര്യം. ചെരുപ്പിട പോവനി നമ്മള് ഇല്ല, കൈ പിടിച്ചാൽ പറ്റുള്ളൂ. എന്തപ്പോ കൈ പിടിച്ചാൽ അമ്മ പിടിക്കും നിൽക്കും ഞാൻ തന്നെ. ഹായ്, വാ വാ. നീയും മോനെയാണല്ലോ അല്ലേ? പോവാണേ. അതിന് പിടിച്ച മോളെ, എല്ലാം ഓക്കെ. വണ്ടിയില്ല. അല്ലോ, വണ്ടി കൊണ്ട് പോണം. ഹോട്ടലൊക്കെ ഫുഡൊക്കെ ഓട്ടോറിക്ഷ കിട്ടാൻ കുറച്ച് സീന്. വാ വാ. പോവാണേ. അതിന് പിടിച്ച മോളെ, എല്ലാം ഓക്കെ. വണ്ടിയില്ല. അല്ലോ, വണ്ടി കൊണ്ട് പോണം. ഹോട്ടലൊക്കെ ഫുഡൊക്കെ ഓട്ടോറിക്ഷ കിട്ടാൻ കുറച്ച് സീന്. വാ വാ. കേറിക്കോളി. വാ. തിന്ന ചോറൊക്കെ എവിടൊക്കെ പോയി മമ്മൂനെ പിടിച്ചിട്ട്. ഞങ്ങള് മൂന്നാളെ ഒരുമിച്ചാ. കുട്ടൂനും അബീനും പറഞ്ഞേച്ചു ടൗണിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരികയാണ്. എല്ലാം നോക്കി, ഇവിടെ ഓട്ടോ കിട്ടുന്നില്ല. അമ്മൂനൊരു സൈഡിൽ പിടിച്ചു വെച്ചിട്ട് മറിഞ്ഞു പോയി. അമ്മ ഇങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടാവും. ഞങ്ങളെല്ലാം കൂടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞത് ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഗൈസ്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വൈകുന്നേരം ഇവിടെ അടുത്ത് തന്നെ ഏതൊരു കുന്നുണ്ടല്ലോ, അത് കയറണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം മമ്മൂസ് അടാറ് സീന, അവനും കൊണ്ട് പുറത്ത് പോയാൽ അല്ലാ കൂടെ പൂച്ചയും കയറുന്നുണ്ട്. ഇനിയിപ്പം നോക്കണ്ട. പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഇങ്ങോട്ട് കേറ്. ഉമ്മച്ചി മഞ്ഞക്കിളിയായിട്ടുണ്ട്. മോളത്തെ കുറെ നേരമായി ഐസ്ക്രീം ഗ്ലാസ്സിലാക്കാൻ നിൽക്കുന്നത്. ചായ ആക്കാഞ്ഞതാ ഞാന്. ഇവിടെ രണ്ടെണ്ണം ഇരുട്ടത്ത്. ഐ ഐ ഐ ഐ അങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ. അതെ, ഇനി ഇവിടെ ഒരാളുണ്ട്. മമ്മൂസ് ഉറങ്ങിപ്പോയി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വ്ളോഗ്. ഇവർ പോവാണ്. കഴിഞ്ഞു 5:30 കഴിഞ്ഞു. അപ്പം ഇനി ഇവർക്ക് അവിടെ പോകണ്ടേ. അപ്പം കഴിഞ്ഞു. താങ്ക് യു. ഐസ്ക്രീം കഴിക്കലോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ തീരുന്നു. അപ്പം ഇനി എന്നാ നീയും പോവാ അബി? ഓട്ടോറ്റി കൊടുത്തോളാം. ഞാൻ പറഞ്ഞല്ലോ. അസ്സലാമലൈക്കും. വിളിക്കവളെ ഇടക്കല്ല. അപ്പം കൊണ്ടേക്കോ ഒരു കുഴപ്പമില്ല. ആ അങ്ങനെ അവർ
നിങ്ങളെ വീഡിയോ എടുത്തിരുന്നുണ്ടാ ബൈ ബൈ ഫോൺ